ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സൺഡേ സ്പെഷ്യൽ എന്താണ്? ചിക്കൻ ബിരിയാണിയും ചിക്കൻ കറിയും. ചിക്കൻ ബിരിയാണി ചിക്കൻ ചിക്കൻ കാല് ബിരിയാണിക്കാണ്, ഇത് കറിക്ക്. അപ്പോൾ ഇതിലൊക്കെ എന്താണ് മുളക് പൊടി കാര്യങ്ങളൊക്കെ ഇടാം. അപ്പോൾ ഇത് വന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനാണ് കേട്ടോ. ഇതിലേക്കിപ്പോൾ മുളക് പൊടി ഇട്ട് മുളക് പൊടി ഒരു 2 ടീസ്പൂൺ അല്ലേ? 2 ടീസ്പൂൺ. 2 മഞ്ഞപ്പൊടി ആവശ്യത്തിന് പൊട്ട് മതി. മല്ലിപ്പൊടി എത്രയാണ്? മല്ലിപ്പൊടി 1 2 3 2.5. ഓക്കെ. പിന്നെ കുരുമുളക് പൊടി കുരുമുളകാണ് ഇത്തിരി കൂടുതൽ എന്നറിയാം. കുരുമുളക് തണുപ്പുമാണ്, ഒരു ടേസ്റ്റുമാണ് കുരുമുളക് കുറച്ച്. പിന്നെ കാശ്മീരി ചില്ലി ഇട്ടാ ഒരു കളറിന്. പിന്നെ ഇതിൽ വന്നിട്ട് വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ജീരകം, വലിയ ജീരകം, ഗ്രാമ്പൂ എല്ലാം കൂടെ ചൂടാക്കിയിട്ട് അരച്ചെടുത്താണ് കേട്ടോ മസാല. ഇനി ഒരു സാധനം കൂടി ഇടാനുണ്ട്. എന്താണ് ഉപ്പ്. അതും കൂടി ഇട്ടാൽ കറക്റ്റായി. ഉപ്പൊന്നിട്ട് ഓക്കെ. അപ്പോൾ ആവശ്യത്തിന് ഇടാം. എന്നിട്ട് ഇടാം നന്നായിട്ടങ്ങനെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യുക. ചിക്കൻ മസാല കുറച്ച് ആഡ് ചെയ്യുക. ചിക്കൻ മസാല കുറച്ചുകൂടെ ഇടാം. നന്നായിട്ട് പിടിപ്പിക്കുക. അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിൽ ആദ്യം കുറച്ച് ഓയിൽ ഒഴിക്കുക. ഓയിൽ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാകണം. ഓക്കെ. അപ്പോൾ നമ്മൾ എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളക് 2 എണ്ണം, 2 സവോള, വലിയ സവോള ഉണ്ട് 2 എണ്ണം ഇടുക. നന്നായിട്ട് ഇറക്കിയിട്ട് അതൊന്ന് മൂക്കിന് വരയ്ക്കൊന്ന് വെക്കുക. നമ്മൾ ചിക്കൻ കറി കഴിഞ്ഞു. ഇപ്പോൾ ബിരിയാണി കുക്കറിലൊന്നും അല്ല വെക്കുന്നത്. കുക്കർ വെറുതെ ഷോണ്, നേരെ ദമ്മിട്ടിട്ട് വെക്കാനാണ്. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. അതിൽ നമ്മുടെ പട്ട, ഗ്രാമ്പൂ, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ലീഫ്, നാരങ്ങ, ഉണക്ക നാരങ്ങ, പിന്നെ എന്തൊക്കെയോ ഉണ്ട് എല്ലാം ഇരിക്കുക. ഇട്ടിട്ട് കട്ടി ഇഞ്ചി, വെളുത്തുള്ളി, വട്ട ഗ്രാമ്പൊക്കെ ഇട്ടിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചിട്ടിരിക്കണം. അതാണ് അതിൻ്റെ ഒരു വൈബ്. അപ്പോൾ അത് ലേശം ആയതിനു ശേഷം സവോള ഒരു 3 പച്ചമുളക് അരിക്കും കൂടെ ഇടുക. ഓക്കെ. എന്നിട്ട് ഇത് എളുപ്പം വാടാൻ വേണ്ടിയിട്ട് ഉപ്പ്. ഓക്കെ. ഇതൊന്ന് വാടിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഉള്ളി വായിരുന്നു കേട്ടോ. പട്ടെന്ന് വെച്ചാൽ അടുത്ത എന്താണ് മല്ലിത്തല, പിന്നെ പുതിനയുള്ളത്. ഇത് ഇരുന്നിട്ട് കൊടുക്കുക. അതിലാണ് ഈ ബിരിയാണിൻ്റെ ഒരു എഫക്റ്റാണ്.
അതങ്ങോട്ട് ഇട്ടിട്ട് അത് വായിച്ചെടുക്കണം. വായിച്ചെടുക്കണം. അത് ഇങ്ങനെ വഴിച്ചെടുക്കാം. ഇങ്ങനെ കാണുമ്പോൾ വിചാരിക്കും ഇതെന്ത് ബിരിയാണി. ലാസ്റ്റാണ് അറിയുമോ ഇതിൻ്റെ പവർ ഉണ്ടാവുന്നത്. പിന്നെ വേട്ടപ്പനായിരിക്കും. തക്കാളി മുറിക്കാൻ തക്കാളി മുറിക്കാൻ പറഞ്ഞു. രണ്ട് തക്കാളി ഇത് ഏകദേശം കേടുണ്ട് തോന്നുന്നു കേട്ടോ. ഇതൊന്നും മുറിയാത്ത തക്കാളി മുറിച്ചിട്ടുണ്ട്. നമ്മുടെ കരണ്ടിലാണ് കിട്ടിയത്. നന്നായിട്ടൊന്ന് ആവട്ടെ. അപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല വേണമെങ്കിൽ ഇടാം. ഇത് മുളക് പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ. ഇതിപ്പോൾ എന്താണ് ഒരു 3/4 കിലോ അരിയുള്ളൂ കേട്ടോ. മഞ്ഞപ്പൊടി അതൊരു പൊട്ട്, ഗരം മസാല 1 ടീസ്പൂൺ, ചിക്കൻ മസാല ഒരു 1.5 ടീസ്പൂൺ. ഓക്കെ, ഇതിപ്പോൾ അതിലിതാ ഇതെങ്ങനെ ഇടുക. ഓക്കെ, എന്നിട്ടിതാ വായിച്ചു വിടാം. ഇതിപ്പോൾ ഇപ്പോൾ എല്ലാവരും വിചാരിക്കും ഇതെന്തോ എല്ലാവരും പൊട്ടിട്ടിരിക്കുന്ന വിചാരിക്കും. അതിൽ വേറെ ടെസ്റ്റ് ഉണ്ട്. എന്താണ് അത് ലാസ്റ്റ് പറഞ്ഞുതരാം. ചിക്കൻ ബിരിയാണി അല്ലേ? ബിരിയാണിയൊക്കെ ചിക്കൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞുതരാം ലാസ്റ്റ്. ഇത് തക്കാളി ഇടാം. 2 തക്കാളി അരിഞ്ഞ് വെച്ചോ കേട്ടോ. ചെറിയ 2 തക്കാളി. ഓക്കെ, ഇതൊന്ന് നന്നായി വേണ്ടി വരട്ടെ. നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. തക്കാളിയൊക്കെ ആയി. ഇനി ഇതിലെന്നറിയോ, നമ്മുടെ ബിരിയാണി അരി നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചോ കേട്ടോ. ഒരു 1/2 മണിക്കൂർ മുന്നേ വെള്ളത്തിൽ ഇട്ടിട്ട് കഴുകിയിട്ട് വെള്ളം വെച്ചിട്ട് അങ്ങനെ വെച്ചാണ്. എന്നിതാ അതിൽ കൊട്ടി കൊടുക്കുക. അതിന് വെച്ച് പിന്നെ വയ്ക്കുന്നത് വെള്ളം വെച്ചിട്ട് അത് ചെറിയൊരു സ്മൂത്ത് ഇത് വരും. ഇത് ഈ അരിൻ്റെ ഒരു കനമുണ്ടല്ലോ, നല്ല ടെമ്പറായിരിക്കുമല്ലോ, അതൊന്ന് മാറി കിട്ടും. പെട്ടെന്ന് പോകും. ഇത് ഒരു ഇതിന് പോകും, പെട്ടെന്ന് പോകും. എന്നിട്ട് ഈ അരി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. ഈ മസാലയൊക്കെ അതിൽ പിടിപ്പിക്കണം. ഒറിജിനൽ ബിരിയാണി അങ്ങനെ ഉണ്ടാക്കാന്നറിയില്ല, പക്ഷെ ഈ ബിരിയാണി ഇങ്ങനെയാണ് ഇല്ലേ? നമ്മുടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നാരങ്ങ മുറിക്കാണ്. മാറ്റി വയ്ക്കും. ഓക്കെ, ഇനിയിപ്പോൾ ഇത് എന്താ ചെയ്യാമെന്നറിയോ, നമ്മളിതിൽ എന്താണ് നമ്മൾ ഈ ചിക്കൻ കറിയിൽ ബിരിയാണി ഇടാൻ വേണ്ടിയിട്ട് ഓരോ പീസ് മാറ്റി വെച്ചിട്ടുണ്ട്. ലെഗ് പീസ് 2 എണ്ണം. പിന്നെ വായിക്കൂടെ വെള്ളം വന്നൂടെ. പിന്നെ ഒരു പീസ്, വലിയ പീസൊക്കെ 4 പീസ് ഇതിക്ക് വേണ്ടി മാറ്റിക്കണം. ഓക്കെ, 5 പീസ് ഇതിനായിട്ടും കൊണ്ട് വഴറ്റിയെടുക്കാം. ഓക്കെ, അതിൻ്റെ ഇതിൽ എന്താണ് 4 ഗ്ലാസ് അരിക്ക് 8 ഗ്ലാസ് വെള്ളം ഒഴിക്കുക കേട്ടോ. 8 ഗ്ലാസ് 3 4 5 6 7 8 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിൽ ഉപ്പിടുക. ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ. ഉപ്പ് ഒഴിച്ചിട്ട് ഉപ്പിട്ടിട്ട് പിന്നെന്താണ് ഉപ്പിട്ടിട്ട് പിന്നെ ഈ ചെറുനാരങ്ങ ഒന്ന് പിഴിക്കുക. ഓക്കെ ഓക്കെ, പിന്നെ എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി വിടുക. ഓക്കെ, ഇളക്കിയിട്ട്
ഇപ്പൊ അടി പിടിക്കോ? അടി പിടിക്കും? ഒന്നും പിടിക്കില്ല. ഒന്ന് അടച്ചു വെക്കുക. സാധനം ഇടാൻ മറന്നു ചെറുതായിട്ട്. അപ്പോൾ ഇതിടാൻ നമ്മള് ബിരിയാണി മസാല. അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഓക്കെ, അത് എത്രയാണ് ബിരിയാണി മസാല? അത് ഒരു 10 രൂപയുടെ പാക്കറ്റ്. അല്ല, എത്ര ഇടുന്നത്? അത് ഒരു 10 എത്രയാണ്? ആ, ഇത് ഫുള്ള് ഇടുക അല്ലേ? അത്ര തന്നെ. അത് ഫുള്ള് ഇട്ടോ? 12 രൂപയുടെ അത് ഫുള്ള് ഇടുക, അത്ര തന്നെ. ഓക്കെ, ഈ മൂന്ന് വയ്ക്കാം. ഓക്കെ ഓക്കെ, നമ്മുടെ ബിരിയാണി എന്താണ് ആയിട്ടുണ്ട്. അപ്പോൾ കട്ടയ്ക്ക് ആയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ പോയി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ചെറിയൊരു വെള്ളമുണ്ട്. അത് നമ്മളതിന് വേറെ സംഭവമുണ്ട്. ഓക്കെ, ഓക്കെ. ഇതിൽ എന്താണ് നമ്മൾ ദമ്മടിക്കണം. മേലെ ചിക്കൻ ഇട്ടു. നല്ല ചൂട്. നല്ല ആവി അടിക്കുന്നു ഗൈസ്. നല്ല ചൂടാണ്. ഫോണ് ചൂടാണ്ട് പോയി. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ദമ്മിട്ടുണ്ട്. ഇനി എന്താണ് ഇത് കഴിഞ്ഞിട്ട് ഇതായിട്ട് തരാം. പറയട്ടെ. അപ്പോൾ ഓക്കെ, നമ്മൾ ദമ്മടിച്ചു കഴിഞ്ഞു. ബിരിയാണി ഒക്കെ എല്ലാം ട്രൈ ചെയ്യാം. ഓക്കെ, എന്താ പറ. സൂപ്പർ പടവൻ ബിരിയാണി. ഓക്കെ അല്ലേ ജനെ? അല്ലേ? അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറി, ചിക്കൻ കറി, ബിരിയാണി, സലാഡ്. അപ്പോൾ ഇനി ബാക്കി ഇലയും കുഴപ്പം കാണാം. അതൊരു ഡിഫറെൻ്റ് ആണ്. അത് കാണിച്ചു തരാം. ബൈ. Bye. Take it.